ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. യെസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒരുപാട് ദിവസങ്ങളായിട്ട് കമന്റുകളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന, ഒരുപാട് ദിവസങ്ങളായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ മാപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പല സ്കൂളുകളിലും നിങ്ങൾക്ക് ടീച്ചേഴ്സ് എല്ലാം ഒരുപാട് മാപ്പുകൾ നിങ്ങളെ പഠിപ്പിച്ചൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. കാരണം ഒരുപാട് മാപ്പുകൾ ആക്ച്വലി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് മാപ്പുകളൊന്നുമില്ല, ഒരു ഏകദേശം ഒരു 4-5 മാപ്പുകൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. ആ 4-5 മാപ്പുകൾ നിങ്ങൾ പഠിക്കുന്നതോട് കൂടെ തന്നെ നിങ്ങൾക്ക് ടോട്ടൽ മാപ്പുകൾ എല്ലാം തന്നെ സെറ്റ് ആക്കി തന്നിരിക്കും. ഇതെന്റെ ഗ്യാരണ്ടിയാണ്. സോ മക്കളെ, അധിക സമയം ഒന്നും എടുക്കുക, നമുക്ക് നേരെ മാപ്പിലേക്ക് പോവാം. മാപ്പ് ഒന്ന് എന്തായാലും നിങ്ങൾക്ക് എക്സാമിനേഷന്, ഏതൊക്കെ എക്സാമിനേഷൻ എന്ന് പറയാം മക്കളെ, നിങ്ങളുടെ SSLC എക്സാമിനേഷനും അതുപോലെ തന്നെ മോഡൽ എക്സാമിനേഷനും എന്ത് വന്നാലും ഉറപ്പായിട്ട് 4 മാർക്കിന്റെ ഒരു ചോദ്യം മാപ്പിൽ നിന്നായിരിക്കും. 4 മാർക്കിന്റെ ഒരു ചോദ്യം എന്ത് വന്നാലും മാപ്പിൽ നിന്നായിരിക്കും. മാപ്പിൽ നിങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും. സോ മാപ്പിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഇന്നത്തെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഇത് കഴിഞ്ഞ ശേഷം ഈ ഒരു വീഡിയോ ഒരു പ്രാവശ്യം കണ്ട ശേഷം രണ്ടാമത് നിങ്ങൾ ഇത് കാണേണ്ടത് എങ്ങനെയാണെന്നറിയോ, നിങ്ങളുടെ കയ്യിൽ ഒരു റഫ് മാപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾ അതിൽ മാർക്ക് ചെയ്ത് നോക്കുക. നിങ്ങളെ കൊണ്ട് അത് മാർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന രീതിയിലേക്ക് നിങ്ങൾ അത് മാർക്ക് ചെയ്ത് നോക്കാം. എന്നാൽ മാത്രമേ എക്സാം ഹാളിൽ നിങ്ങൾ ബുദ്ധിമുട്ടാതിരിക്കുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എന്ത് വന്നാലും തെറ്റാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് ആ ഒരു കാര്യം എന്റെ മക്കൾ എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. കൂടാതെ തന്നെ ഇതിൽ ഞാൻ പറഞ്ഞു നിങ്ങളോട് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. 4 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ്. വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ, അവിടെ നിന്നായിരിക്കും 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. അതേസമയം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നാണ്. റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ഒരു ക്വസ്റ്റ്യനും, അതുപോലെ തന്നെ ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്ററിന് 3 മാർക്കിന്റെയും ക്വസ്റ്റ്യൻ ആയിരിക്കും ആക്ച്വലി മാപ്പിൽ നിന്നുണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മാപ്പിലേക്ക് പോകാം. പഠിക്കാൻ റെഡി അല്ലേടാ? യെസ്, റെഡി ആണ് എങ്കിൽ തന്നെ എല്ലാവരും കുറെ കാലങ്ങളായിട്ട് നോക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്ന ഭാഗം പറഞ്ഞു റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ ആണ്. അഥവാ ഇന്ത്യ റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്റർ, ഈ ചാപ്റ്ററിന് വരുന്ന മാപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് വൺ തിങ്, ദാറ്റ് ഈസ് പോർട്ടുകളായിരിക്കും അഥവാ തുറമുഖങ്ങളായിരിക്കും എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ട് തന്നെ തുറമുഖങ്ങൾ മാർക്ക് ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ. തുറമുഖങ്ങൾ എന്തായാലും ഇന്ത്യയുടെ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യേണ്ട. കാരണം എന്താണ്, ഇന്ത്യയുടെ മുകൾ ഭാഗത്ത് തുറമുഖങ്ങൾ ഉണ്ടാവില്ല, അത് കടലിലുള്ളടത്ത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ പെനിൻസുലാസ് പ്ലാറ്റ്യൂവിലേക്ക് ഉപദ്വീപീയ പീഠഭൂമിയിലേക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെയാണ് ആക്ച്വലി നിങ്ങൾ ഏത് മാർക്ക് ചെയ്യാനുള്ളത്, നമ്മുടെ പോർട്ടുകൾ തുറമുഖങ്ങൾ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. മക്കളെ നിങ്ങൾ നോക്കിക്കോ, ആദ്യം തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഗുജറാത്ത് ഉണ്ടല്ലോ. ഗുജറാത്തിന്റെ ഇപ്പൊ ശരിക്കും ഇത് കാണാൻ വല്ല മൃഗങ്ങളുടെ ഒക്കെ വായ പോലെയാണ് ആക്ച്വലി ഈ ഗുജറാത്തിന്റെ ഒരു ഭാഗം കാണാൻ പറ്റുക. അപ്പൊ ഈ വായയുടെ ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഗുജറാത്തിന്റെ വായയുടെ ഉള്ളിൽ കിടക്കുന്ന സാധനമാണ് കണ്ടില എന്ന് പറയുന്നത്. അത് ആരും ഇനി കണ്ടില്ല എന്ന് പറയുന്നത്, അത് കാണൂല. അത് കാണാത്തതാണ് എന്ത് ചെയ്യാണ്, കണ്ടില്ല എന്ന് പറയുന്നത്. ഈ ഒരു ഗ്യാപ്പിൽ എന്ത് ചെയ്യാണ്, നിങ്ങൾ ഇങ്ങനെ ഒരു വട്ടം ഇട്ട് കൊടുക്കുക, ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് മാർക്ക് ചെയ്യുക കണ്ടില്ല. അതേസമയം നെക്സ്റ്റ് നോക്കുന്ന സമയത്ത് നമ്മൾ മഹാരാഷ്ട്രയിൽ കിടക്കുന്നതാണ് മുംബൈ എന്ന് പറയുന്നത്. അതിനെ നവാഷേവ എന്നും കൂടെ ആക്ച്വലി വിളിക്കാറുണ്ട്. നവാഷേവ എന്ന് പറഞ്ഞാലും മുംബൈ എന്ന് പറഞ്ഞാലും ആക്ച്വലി ഒന്ന് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യാൻ നിങ്ങൾ മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഗോവയിലേക്ക് വന്നാൽ ഗോവയിലുള്ളതാണ് മേമ ഗോവ. ഗോവയിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക, അതാണ് മേമ ഗോവ എന്ന് പറയുന്നത്. പിന്നെ കേരളത്തിന്റെയും അതുപോലെ തന്നെ കർണാടകയും അതിരായിട്ട് കിടക്കുന്ന, കേരളത്തിന്റെ അതിര് കഴിഞ്ഞ് തൊട്ടപ്പുറത്തായിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ്, അതാണ് മംഗലാപുരം. ആക്ച്വലി കേരളം ഇവിടെ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതാണ് മംഗലാപുരം എന്ന് പറയുന്നത്. പിന്നെ കേരളത്തിലെ ഒരേ ഒരു തുറമുഖമാണ് പോർട്ടേ നമ്മൾ പറയുന്നുള്ളൂ. വിഴിഞ്ഞം ഒന്നും പറയുന്നില്ല, കാരണം ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തിട്ടില്ലായിരുന്നു, ആ കാലഘട്ടത്തിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിയ കാലഘട്ടത്തിൽ അതില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കൊച്ചി മാത്രമേ പറയുന്നുള്ളൂ. കൊച്ചി എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നീട് ഇതാണ് ടൂട്ടിക്കോറിൻ എന്ന് പറയും. ടൂട്ടിക്കോറിൻ, അതിനെ മലയാളത്തിൽ വിളിക്കുന്ന പേര് മക്കളെ ശ്രദ്ധിച്ചു വെക്കണം, തൂത്തുക്കുടി എന്നാണ് പറയാം. മലയാളത്തിൽ വിളിക്കുന്നത് എന്താണ്, തൂത്തുക്കുടി. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട്ടിൽ ഇതാ ഇവിടെയാണ് ചെന്നൈ എന്ന് പറയുന്നത്. ചെന്നൈ മാർക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കാം. അത് കഴിഞ്ഞിട്ട് നേരെ മുകളിലേക്ക് പോയാൽ ഇവിടെയാണ് വിശാഖപട്ടണം, പിന്നെ പാരാദ്വീപ്, പിന്നെ ഇവിടെയാണ് കൊൽക്കത്തയെ മാത്രമല്ല ഹാൽദിയയും കൂടെ അവിടെ കിടക്കുന്നത്. കൊൽക്കത്തയുടെ തൊട്ടപ്പുറത്ത് തന്നെ കിടക്കുന്നതാണ് ഹാൽദിയ. പക്ഷെ മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തില്ല, അത് രണ്ടെണ്ണമായിട്ടൊന്നും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വേണ്ട. നിങ്ങൾ ഹാൽദിയ ചോദിച്ചാലും കൊൽക്കത്ത ചോദിച്ചാലും ഒക്കെ എന്ത് ചെയ്താൽ മതി, ഇവിടെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഏകദേശം ഈ ഒരു ഭാഗത്തായാൽ തന്നെ നിങ്ങൾക്ക് പോർട്ടിൽ നിന്നുള്ള 1 മാർക്ക് കിട്ടും. ഇതിന് ഏതെങ്കിലും ഒന്നേ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. നോർമലി അത് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. പ്രധാനമായിട്ടും ഞാൻ കണ്ടിട്ടുള്ള ഒന്ന് കണ്ടില ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മംഗലാപുരം ചോദിച്ചിട്ടുണ്ട്, കൊച്ചി ചോദിച്ചിട്ടുണ്ട്, ചെന്നൈ ചോദിച്ചിട്ടുണ്ട്, ടൂട്ടിക്കോറിൻ ചോദിച്ചിട്ടുണ്ട്. ഇതാണ് നോർമലി ചോദിക്കുന്നതായിട്ടാണ് സാധാരണ നമ്മൾ കാണാറുള്ളത്. അതുപോലെ തന്നെ ഹാൽദിയയും ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ മാപ്പുകളുടെ ഈ ഒരു നമ്മുടെ
പോർട്ടുകൾ, തുറമുഖങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. then അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് റിവേഴ്സ് ആണ്. റിവേഴ്സ് അഥവാ നദികളിലേക്ക് നോക്കുന്ന സമയത്ത് നദികളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. അതിൽ ഒന്നാമത്താണ് ഹിമാലയൻ റിവേഴ്സ്, രണ്ടാമത്താണ് പെനിൻസുലാസ് റിവേഴ്സ്. ഹിമാലയൻ നദികളും അതുപോലെ തന്നെ ഉപദ്വീപീയ നദികളും എന്ന് പറഞ്ഞാൽ തരംതിരിക്കാം. അല്ലെങ്കിൽ ഹിമാലയൻ നദികൾ എന്ന് പറഞ്ഞ സമയത്ത് നമുക്കറിയാം 3 മാത്രമാണ് ആക്ച്വലി ഉള്ളത്. അവയാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഏതൊക്കെയാണ് മക്കളെ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്ന് പറയുന്ന 3 നദികളാണ് ആക്ച്വലി ഹിമാലയൻ നദികൾ ഉള്ളത്. അതിൽ ആദ്യത്തെ സിന്ധു മാർക്ക് ചെയ്യാൻ വളരെ ശ്രദ്ധിച്ചിട്ട് നോക്കുക. ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്താ അറിയോ? ഇത് വരച്ചിട്ട് കാണിച്ചു തരികയാണെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട് മാറും. അതിനേക്കാളും നല്ല എന്താണ് നമ്മൾ വരച്ച് കാണിച്ചു തന്നായതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ശ്രദ്ധിച്ചാൽ മതി. എന്ത് ശ്രദ്ധിക്കണം എന്നുള്ള പോയിന്റ് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. കൂടെ തന്നെ അപ്പൊ എന്ത് ചെയ്തു, നമ്മള് ഇൻഡസ് സിന്ധു നമ്മൾ വരക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ സിന്ധുവിനെ നമ്മൾ ഇവിടെ നിന്ന് ഗുജറാത്ത് ആയി കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നേരെ മുകളിൽ പോയിട്ട് ഈ ഒരു ക്ലോസ് കണ്ടോ നിങ്ങൾ? ഇന്ത്യയുടെ ഏറ്റവും എൻഡ് ആയിട്ട് എന്താ വെച്ചാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇവിടെ അടുത്ത ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഗ്യാപ്പിലൂടെ അങ്ങോട്ട് കയറി അടുത്ത ഗ്യാപ്പിലൂടെ ഇറങ്ങി പോകുന്ന ആളാണ് സിന്ധു എന്ന് പറയുന്നത്. സോ അപ്പൊ ഈ 2 ഗ്യാപ്പുകൾ ആലോചിച്ച് നോക്കിയാൽ മതി. അത് ഈ ഗ്യാപ്പിലൂടെ കയറി ഈ ഗ്യാപ്പിലൂടെ ഇറങ്ങി പോകുന്ന ആളാണ് ആക്ച്വലി സിന്ധു എന്ന് പറയുന്നത്. അതേസമയം ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് ഇതിന്റെ ഈ താഴെ ഭാഗത്ത് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിന്റെ താഴെ ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ കണ്ടോ, ഇന്ത്യയുടെ ഏറ്റവും മുകൾ ഭാഗമായിട്ട് ഈ സൈഡ് നമ്മുടെ ഈസ്റ്റേൺ ഭാഗത്ത് കിഴക്കൻ ഭാഗത്ത് ഏറ്റവും മുകളിൽ കിടക്കുന്ന ഈ ഒരു ഭാഗമാണ് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞാൽ ഇതിലൂടെ പോയിട്ട് ഈ ഭാഗത്തിലൂടെ ഇങ്ങോട്ട് കയറിയിട്ട് നേരെ താഴോട്ട് ബംഗ്ലാദേശിന് അങ്ങോട്ട് നീന്നു ഇറങ്ങിയിട്ട് പോവുക ചെയ്യാം. അത് നേരെ ബംഗ്ലാദേശിന് താഴോട്ട് ഇറങ്ങിയിട്ട് പോകുന്നു. അതേസമയം ഗംഗയാണെങ്കിലോ, ഗംഗ മലയാളത്തിലെ ഗ എന്ന് എഴുതിയാൽ മതി. ഗംഗയുടെ കാര്യത്തിലാണെങ്കിൽ മലയാളത്തിലെ ഗ എന്ന് എഴുതിയാൽ മതി. അഥവാ മലയാളത്തിലെ ഗ എഴുതരുത്, ഇങ്ങനെയല്ലേ മലയാളത്തിലെ ഗ. ഈ ഗ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇവിടെ ഒരു ഗ എന്ന് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. അത് ഏതുമായി? ഗംഗയുമായി. ഇതിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം മനസ്സിലാക്കും. ഇന്ത്യയിലൂടെ മാത്രം പോകുന്ന ഒരേ ഒരു ഹിമാലയൻ നദി ഏതു മാത്രമേ ഉള്ളൂ? ഗംഗ മാത്രമേ ഉള്ളൂ. ബ്രഹ്മപുത്ര ഈ ഭാഗം ഇന്ത്യയിലല്ല കിടക്കുന്നത്. സിന്ധുവിന്റെ കാര്യത്തിൽ ഇൻഡസിന്റെ കാര്യത്തിലും ഈ ഭാഗം എവിടെയല്ല കിടക്കുന്നത്? ഇന്ത്യയിലല്ല കിടക്കുന്നത്. ഇന്ത്യയിലൂടെ മാത്രം പോകുന്ന, ഇന്ത്യയിലൂടെ ഏറ്റവും കൂടുതലായിട്ട് പോകുന്ന ഹിമാലയൻ നദി എന്ന് പറയുന്നത് അത് ഗംഗയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ അതിന്റെ പോഷക നദികൾ അഥവാ ട്രിബ്യൂട്ടറീസ് ചോദിക്കോ? ഇല്ല, ട്രിബ്യൂട്ടറീസ് ചോദിക്കാറില്ല. നമ്മൾ എന്താണ് ഹിമാലയൻ നദികളെ ചോദിക്കാറുള്ളൂ. ഇനി നേരെ നമ്മുടെ പെനിൻസുലാസ് റിവേഴ്സ് അഥവാ ഉപദ്വീപീയ നദികളുടെ കാര്യത്തിലേക്ക് വരാം. ഉപദ്വീപീയ നദികളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കുക, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. അതാണല്ലോ അതിന്റെ ഓർഡർ. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇതാണ് മഹാനദി എന്ന് പറയുന്നത്. ഇതാണ് ആക്ച്വലി മഹാനദി എന്ന് പറയുന്നത്. ഇതിന്റെ ഈ സ്ഥലമാണ്. ഈ പോയിന്റ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ നമ്മൾ എന്ത് ചെയ്തു, ഗോദാവരി വരയ്ക്കുന്നു. അതിന് താഴെയാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ എന്ന് പറയുമ്പോൾ കുറച്ച് വളവൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഇതാണ് കാവേരി. കാവേരിയുടെ സ്പെല്ലിംഗ് മക്കളെ ഇംഗ്ലീഷ് മീഡിയം മക്കൾ ശ്രദ്ധിക്കണം. ഈ സ്പെല്ലിംഗിലും എഴുതാറുണ്ട്. CAUVERY എന്നും എന്ത് ചെയ്യാറുണ്ട്, എഴുതാറുണ്ട്. മലയാളത്തിലാണെങ്കിൽ കാവേരി കേട്ടോ, സാധാ പോലെ തന്നെ കാവേരി എന്നാണ് എഴുതാറുള്ളത്. കാവേരിയാണ് ആക്ച്വലി ഉള്ളത്. നർമ്മദയും താപ്തിയും വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം, മഹാനദിയുടെയും ഗോദാവരിയുടെയും ഇടയിൽ വരുന്ന 2 നർമ്മദയും താപ്തിയും. മഹാനദിയുടെയും ഗോദാവരിയുടെയും ഇടയിൽ വരുന്ന 2 നർമ്മദയും താപ്തിയും. സോ കൃത്യമായിട്ട് മനസ്സിലായല്ലോ. സോ എന്ത് ചെയ്തു, നമ്മൾ നദികളുടെ കാര്യവും പഠിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ തീരപ്രദേശത്തേക്ക്, കോസ്റ്റൽ പ്ലെയിനിലേക്ക് നമ്മൾ പോയി നോക്കാം. നമ്മൾ കോസ്റ്റൽ പ്ലെയിൻ അഥവാ തീരപ്രദേശം നോക്കുന്ന സമയത്ത് നമ്മുടെ തീരപ്രദേശമാണല്ലോ, അപ്പൊ താഴെ ഭാഗം മാത്രം നോക്കിയാൽ മതി, മുകളിലെ ഭാഗം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീരപ്രദേശം നോക്കുന്ന സമയത്ത് എന്റെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 2 തീരങ്ങളുള്ളത്. ഒന്ന് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, 2 ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഇതാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, ഇതാണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. അഥവാ കിഴക്കൻ തീരസമതലവും പടിഞ്ഞാറൻ തീരസമതലവും. കിഴക്കൻ തീരസമുദ്രം, പടിഞ്ഞാറൻ തീരസമുദ്രം എന്ന് പറഞ്ഞുകൊണ്ട് 2 തരം കോസ്റ്റൽ പ്ലെയിൻ, 2 തരം തീരപ്രദേശങ്ങളാണുള്ളത്. അതിൽ മക്കളെ ആദ്യം പറയുന്ന കിഴക്കൻ തീരസമുദ്രം, ആക്ച്വലി ഈ നീലക്കടലിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് കിഴക്കൻ തീരസമുദ്രം എന്ന് പറയുന്നത്. കിഴക്കൻ തീരസമുദ്രത്തെ അഥവാ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ വി ക്യാൻ ഡിവൈഡ് ഇൻടു 2, 2 തരംതിരിക്കാം. അതിൽ ഒന്നാമത്താണ് നോർത്ത് സിർക്കാർ പ്ലെയിൻ അഥവാ വടക്ക് സിർക്കാർ സമതലം എന്നാ പറയാം. വടക്ക് സിർക്കാർ സമതലം എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് നിന്നാണല്ലോ തീരപ്രദേശങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ മുതൽ ഈ താഴെ വരെയുള്ള ഈ ഭാഗത്തെയാണ് എന്ത് വിളിക്കുക, വടക്ക് സിർക്കാർ സമതലം എന്ന് പറയാം, നോർത്ത് സിർക്കാർ സമതലം. ബാക്കിയുള്ള ഈ ഭാഗം മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ഏറ്റവും കന്യാകുമാരി വരെയുള്ള ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് കോറോമണ്ടൽ കോസ്റ്റ് അഥവാ കോറോമണ്ടൽ തീരസമതലം. കോറോമണ്ടൽ കോസ്റ്റ് അഥവാ കോറോമണ്ടൽ തീരസമുദ്രം. ഓക്കെ, ഇനി അതേസമയം നമ്മളെ കിഴക്കൻ തീരസമുദ്രം കഴിഞ്ഞ് പടിഞ്ഞാറൻ തീരസമുദ്രത്തിലേക്ക് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലേക്ക് പോവുകയാണെങ്കിൽ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ അഥവാ പടിഞ്ഞാറൻ തീരസമുദ്രം നമുക്ക് 3 തരംതിരിക്കാം. മലബാർ കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ്, ഗുജറാത്ത് കോസ്റ്റ്. ഏതൊക്കെയാ? മലബാർ കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ്, ഗുജറാത്ത് കോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് 3 തരംതിരിക്കാം. അതിൽ മലബാർ കോസ്റ്റിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഭാഗം ഒരു വട്ടം ഇട്ട് വെച്ചാൽ അത് മലബാർ കോസ്റ്റ് ആയി. അതേസമയം ഗുജറാത്തിന്റെ ആ ഒരു ഭാഗം ഒരു വട്ടം ഇട്ട് വെച്ചാൽ അത് ഗുജറാത്ത് കോസ്റ്റ് ആയി, ഗുജറാത്ത് തീരസമതലമായി. ഇതിനിടയിലുള്ള ഈ ഒരു ഭാഗത്തെ വട്ടം ഇട്ട് വെച്ചാൽ അത് കൊങ്കൺ കോസ്റ്റ് ആയി.
മലബാർ, കൊങ്കണ്, ഗുജറാത്ത്. ആ ഒരു ഓർഡറിൽ എന്ത് ചെയ്യണം എന്റെ മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, പഠിച്ചു വെക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് രണ്ട് മാപ്പും കൂടെ പറയാനുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ പറയാനുള്ളതാണ് പെനിൻസുലാസ് പ്ലാറ്റു, ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും താഴെ നിന്ന് വരാം. രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയുന്ന ഈ ഭാഗം. മക്കളെ, വെസ്റ്റേൺ ഗാട്സ് അഥവാ പശ്ചിമഘട്ടം വരക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഈ ഒരു അതിർത്തി ഉണ്ടല്ലോ മക്കളെ, ഈ അതിർത്തിയോട് അടുത്ത് കിടക്കുന്ന ഈ ഭാഗമാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്, വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയുന്നത് നമ്മുടെ അതിർത്തിയോട് അടുത്തായിരിക്കും. അതേസമയം ഈസ്റ്റേൺ ഗാട്സ് അഥവാ പൂർവ്വഘട്ടം വരക്കുന്ന സമയത്ത് അതിർത്തിയോട് അടുത്തല്ല, അതിർത്തിയിൽ കുറച്ച് ഗ്യാപ്പ് ഒക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ ഗ്യാപ്പ് ഉണ്ടോ, ഇവിടെ ഗ്യാപ്പ് ഇല്ല, ഇവിടെ എന്തായിരിക്കും അത്യാവശ്യം ഗ്യാപ്പ് ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അത് രണ്ട് കഷ്ണമായിട്ട് വരച്ചാൽ മതി. ഈസ്റ്റേൺ ഗാട്സ് അഥവാ പൂർവ്വഘട്ടം വരക്കുന്ന സമയത്ത് രണ്ട് കഷ്ണമായിട്ട് വരച്ചാൽ മതി. ഈ പശ്ചിമഘട്ടത്തിന്റെയും പൂർവ്വഘട്ടത്തിന്റെയും ഇടയിൽ അഥവാ ഈസ്റ്റേൺ ഗാട്സിന്റെയും വെസ്റ്റേൺ ഗാട്സിന്റെയും ഇടയിൽ കിടക്കുന്ന സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം. അതാണ് ഡെക്കാൻ പ്ലാറ്റു, ഡെക്കാൻ പീഠഭൂമി. പരീക്ഷയ്ക്ക് അങ്ങനെ നിങ്ങൾ ഡെക്കാൻ പ്ലാറ്റു, ഡെക്കാൻ പീഠഭൂമി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ മക്കൾ ഒരിക്കലും എന്ത് ചെയ്യണ്ട, ഇത് ഇങ്ങനെ ഷെയ്ഡ് ഒന്നും ചെയ്ത് വെക്കണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഞാനിതാ ഒന്ന് മാർക്ക് ചെയ്തിടാം. ഇങ്ങനെ ഒരു ത്രികോണം ഇവിടെ വരച്ചു വെച്ചാൽ മതി. ഡെക്കാൻ പീഠഭൂമി ചോദിക്കണേ അങ്ങനെ എന്ത് ചെയ്താൽ മതി, ഒരു ത്രികോണം വരച്ചു വെച്ചാൽ അവിടെ മാർക്ക് ചെയ്താൽ മതി ഡെക്കാൻ പ്ലാറ്റു, ഡെക്കാൻ പീഠഭൂമി എന്ന് പറഞ്ഞാൽ. എന്നാൽ നമ്മുടെ ഈസ്റ്റേൺ ഗാട്സിന്റെ മുകളിലായിട്ട് വരുന്ന ഈ ഭാഗമാണ് ആക്ച്വലി ചോട്ടാ നാഗ്പൂർ പ്ലാറ്റു. ഏതാണ് മക്കളെ? ചോട്ടാ നാഗ്പൂർ പ്ലാറ്റു, ചോട്ടാ നാഗ്പൂർ പീഠഭൂമി. അതേസമയം ഈ ഭാഗമാണ് റാൻ ഓഫ് കച്ച്. ഇതാണ് നമ്മൾ ഗുജറാത്തിന്റെ ഈ മുകളിൽ കിടക്കുന്ന ഭാഗമാണ് ഇത്, റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒന്നെന്ന് പറയുന്നത് ആരവല്ലി മൗണ്ടൻ, ആരവല്ലി പർവ്വതനിര. നമ്മൾ പഠിച്ചിട്ടില്ലേ, രാജസ്ഥാനിൽ മഴ ഒന്നും കിട്ടാതിരിക്കാനുള്ള കാരണം ആരാണ്? ആരവല്ലിയാണ്. ആരവല്ലി ഉണ്ടായതുകൊണ്ടാണ് രാജസ്ഥാനിൽ കൃത്യമായിട്ട് മഴ കൊടുക്കാത്തത്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് മനസ്സിലാക്കി വെക്കാം, ഇതാണ് ആരവല്ലി മൗണ്ടൻ, ആരവല്ലി പർവ്വതനിര. അതേസമയം ആരവല്ലി കഴിഞ്ഞ് ഗുജറാത്തിന്റെ ആ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഈ കിടക്കുന്ന രണ്ട് മലകൾ, ഒന്ന് വിന്ധ്യയും രണ്ട് സത്പുരയുമായിട്ട് രണ്ട് മലകൾ അവിടെ കാണാം. ഇത് വിന്ധ്യ മലനിര, രണ്ട് സത്പുര മലനിര. വിന്ധ്യ മൗണ്ടൻ അതുപോലെ തന്നെ സത്പുര മൗണ്ടൻ ആണ്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ കിടക്കുന്ന ഈ ഭാഗമാണ് മാൽവ പ്ലാറ്റു, മാൽവ പീഠഭൂമി. മാൽവ പ്ലാറ്റു അഥവാ മാൽവ പീഠഭൂമി. ഇനി ഏറ്റവും അവസാനത്തെ ഒരു മാപ്പും കൂടെ നമുക്ക് പഠിച്ചു നോക്കിയാൽ മതി. ഇത് മതി നമുക്ക് എന്ത് ചെയ്യണം, ആകെ 2, 4, 5 മാപ്പുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. അല്ല, അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് നോർത്തേൺ മൗണ്ടൻ റീജിയൻ, ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖല ആക്ച്വലി നമ്മൾ 3 തരം തിരിച്ചിട്ടുണ്ടായിരുന്നു. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, ഈസ്റ്റേൺ ഹൈലൻഡ്സ് അഥവാ കിഴക്കൻ കുന്നുകൾ എന്ന് പറഞ്ഞ തരം തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ട്രാൻസ് ഹിമാലയത്തെ തന്നെ നമ്മൾ 3 തരം തിരിച്ചിട്ടുണ്ട്. കാരക്കോറം, ലഡാക്ക്, സസ്കർ. അതിൽ കാരക്കോറം, ലഡാക്കോ, സസ്കറും എന്ത് ചെയ്താൽ മതിയോ, ജമ്മു കാശ്മീരിലെ 3 വര വരച്ചാൽ അത് കാരക്കോറം, ലഡാക്ക്, സസ്കർ. കാരക്കോറം, ലഡാക്ക്, സസ്കർ. അതേസമയം അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ട് താഴെ എന്ത് ചെയ്യുന്നു, നേരെ 3 വര വരക്കുന്നു. അതിൽ ഓരോന്നുമാണ് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. അതേസമയം ഇപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കിഴക്കൻ മലനിരകളിലേക്ക് ഈ ഭാഗത്തേക്ക് നമ്മൾ വരക്കുന്നു. ഇതാണ് പാട്കൈബം, നാഗ ഹിൽസ്, മീസോ ഹിൽസ് തുടങ്ങിയിട്ടുള്ള പാട്കൈബം, നാഗ കുന്നുകൾ, മീസോ കുന്നുകൾ തുടങ്ങിയിട്ടുള്ള ഭാഗമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. സോ മക്കളെ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഇതായിരിക്കും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മാപ്പുകൾ എന്ന് പറഞ്ഞാൽ. സോ ഇത്ര നിങ്ങൾ മാപ്പുകളിൽ നിന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇപ്പൊ ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഏതാന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. ഓരോ വർഷവും മാപ്പിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാത്തിനെയും കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഈ കൊടുത്തിട്ടുള്ളത്. സോ എന്റെ മക്കളെ ഈ മാപ്പുകളിൽ നിന്ന് ഓരോന്നും കൃത്യമായിട്ട് നിങ്ങളെ കൊണ്ട് മാർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് എക്സാമിനേഷൻ ചോദിക്കുന്ന, എക്സാമിനേഷൻ തരുന്ന മാപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം എന്താ ഈ രീതിയിലുള്ള ഒരു മാപ്പ് ആയിരിക്കും തരിക. ഇതിൽ മിക്കവാറും സ്റ്റേറ്റുകൾ, സംസ്ഥാനങ്ങളൊന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരിക്കില്ല. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ തരുള്ളൂ. ആ ഔട്ട്ലൈൻ വെച്ചുകൊണ്ട് തന്നെ എന്റെ മക്കൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് മാപ്പിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. സോ മക്കളെ 4 മാർക്കാണ് കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ട ഭാഗമാണ്, ഒഴിവാക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ ഉള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആ 4 മാർക്ക് എന്റെ മക്കൾ നേടിയിരിക്കണം. നേടൂലടാ. അപ്പൊ ഇനി നിങ്ങൾക്ക് മാപ്പിന്റെ കാര്യത്തിൽ ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ, സംശയങ്ങളൊന്നും ഇല്ലല്ലോ. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? സോ അടിപൊളിയായിട്ട് പരീക്ഷ എഴുതടാ. SLC അല്ലേ, അത് നമ്മൾ അടിച്ചു പൊളിച്ച് പഠിക്കും. നിങ്ങളെല്ലാം നമ്മുടെ കൂടെ നിന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഐ ബി വൈൻഡ് അപ്പ് ടുഡേ സെഷൻ. ടാറ്റാ, ബൈ ബൈ, സീ യു ഓൾ.